കൂടി ഒരുങ്ങുകയാണ്. ഒരു ഓണസദ്യ കൂടി വിളമ്പാൻ പോകുന്നു. പുതിയ വസ്ത്രങ്ങളുടെ നിറത്തിൽ കേരളം വീണ്ടും ഉണരുകയാണ്. പക്ഷേ ഓണം എന്നത് ഇത്രമാത്രമാണോ? പൂക്കളവും സദ്യയും ഓണക്കോടിയും ആഘോഷങ്ങളും മാത്രമല്ല ഓണം. കാലം എത്ര മാറിയാലും മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മയാണ് ഓണം. ഒരിക്കൽ കൂടി മാവേലി വരുന്നു എന്ന വിശ്വാസത്തിൽ ഒരു നാടും ഒരു മനസ്സുമായി കാത്തിരിക്കുന്ന ദിവസം. പക്ഷേ ഈ വർഷത്തെ തിരുവോണത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഓണം മാറുകയാണ്. ആഘോഷിക്കുന്ന രീതികൾ മാറുന്നു. ഓണത്തിൻ്റെ വിപണി മാറുന്നു. ഓണത്തിൻ്റെ കാഴ്ചകൾ മാറുന്നു. പക്ഷേ മലയാളിയുടെ മനസ്സിൽ മാവേലിക്ക് ഇപ്പോഴും പഴയ സ്ഥാനമാണ്. ഒരിക്കൽ കേരളം ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാന്റെ കാലം. ഐതിഹ്യം പറയുന്നത് ആ കാലത്ത് എല്ലാവരും തുല്യരായിരുന്നുവെന്നാണ്. കള്ളമില്ല, ചതിയില്ല, ദാരിദ്ര്യമില്ല, അനീതിയില്ല, മനുഷ്യർ സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലം. അങ്ങനെയൊരു രാജാവിനെയാണ് മലയാളി ഇന്നും മാവേലി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്. മഹാബലിയെക്കുറിച്ചുള്ള ഐതിഹ്യം അനുസരിച്ച് വർഷത്തിലൊരിക്കൽ തൻ്റെ പ്രജകളെ കാണാൻ മാവേലി എത്തുന്ന ദിവസമാണ് തിരുവോണം. അതുകൊണ്ടാണ് തിരുവോണത്തെ മലയാളി ഒരു ആഘോഷമായി മാത്രമല്ല, ഒരു തിരിച്ചുവരവായി കൂടി കാണുന്നത്. അത്തം മുതൽ തുടങ്ങുന്ന ഓണത്തിന്റെ കാത്തിരിപ്പ്. ദിവസങ്ങൾ കഴിയുമ്പോൾ പൂക്കളം വലുതാകുന്നു, വീടുകൾ വൃത്തിയാക്കുന്നു, പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നു, ബന്ധുക്കൾ വീട്ടിലേക്ക് എത്തുന്നു, പഴയ സൗഹൃദങ്ങൾ പുതുക്കുന്നു. അങ്ങനെ ഒടുവിൽ എത്തുന്നത് തിരുവോണം. ഈ വർഷം കേരളത്തിൽ ഓണാഘോഷങ്ങൾക്ക് മറ്റൊരു വലിയ പ്രത്യേകത കൂടിയുണ്ട്. ഓഗസ്റ്റ് 24 മുതൽ 30 വരെ സംസ്ഥാന തലത്തിൽ ഓണം ടൂറിസം വാരാഘോഷങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. കേരളത്തിന്റെ തനത് കലകളും ഭക്ഷണവും ആഘോഷങ്ങളും ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. പിന്നെ മലയാളിയുടെ ഓണം സദ്യയില്ലാതെ പൂർണ്ണമാകുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. വാഴയിലയിൽ നിരന്നിരിക്കുന്ന വിഭവങ്ങൾ, ചോറിന് ചുറ്റും ഒഴുകിയെത്തുന്ന കറികൾ, അവിയൽ, തോരൻ, സാമ്പാർ, പുളിശ്ശേരി, ഓലൻ, കാളൻ, ഇഞ്ചിക്കറി, പപ്പടം, അവസാനം ഒരു ഗ്ലാസ് പായസം. ഈ ഓണസദ്യ ഒരു ഭക്ഷണം മാത്രമല്ല, ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതിൻ്റെ സന്തോഷം കൂടിയാണ്. ഒരേ ഇലയിൽ പല രുചികൾ ഒന്നിക്കുന്നത് പോലെ പല മനുഷ്യരും ഒരുമിക്കുന്ന സന്തോഷം. കേരള ടൂറിസവും തിരുവോണത്തിൻ്റെ പ്രധാന പ്രത്യേകതകളായി പൂക്കളം, ഓണസദ്യ, കുടുംബസംഗമം, കലാപരിപാടികൾ എന്നിവയെ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. പക്ഷേ ഇന്നത്തെ ഓണം പഴയ ഓണം പോലെയാണോ എന്നതും ഒരു ചോദ്യമാണ്. അല്ല. കാലം മാറി, ഓണവും മാറി. ഓണക്കാലത്ത് നാട്ടിലെ ചെറിയ കടകളിലായിരുന്നു ഓണത്തിൻ്റെ തിരക്ക്. ഇന്ന് വലിയ ഷോപ്പിംഗ് മാളുകളിലാണ് തിരക്ക്. ഒരു കാലത്ത് വീട്ടുമുറ്റത്ത് കുട്ടികൾ പൂക്കളം ശേഖരിച്ചാണ് പൂക്കളം ഒരുക്കിയിരുന്നത്. ഇന്ന് റെഡിമെയ്ഡ് പൂക്കളങ്ങളും ഓൺലൈൻ ഓർഡറുകളും ലഭ്യമാണ്. ഒരു കാലത്ത് ഓണക്കോടി വാങ്ങാൻ കുടുംബം മുഴുവൻ ഒരുമിച്ച് കടയിൽ പോയിരുന്നു. ഇന്ന് മൊബൈൽ ഫോണിൽ നിന്ന് ഓണക്കോടി വീട്ടിലെത്തും. അങ്ങനെ നോക്കുമ്പോൾ ഓണം മാറി, പക്ഷേ ഓണം നഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ രൂപം മാത്രമാണ് മാറിയത്. കേരളത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയായാലും ഒരു മലയാളിയുടെ മനസ്സിൽ ഓണമെത്താൻ ദൂരം തടസ്സമല്ല. ഗൾഫിലായാലും യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഓസ്ട്രേലിയയിലായാലും ഓണം വരുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ഒരു നാടിൻ്റെ ഓർമ്മ ഉണരും. വീട്ടുമുറ്റത്തെ പൂക്കളം, അമ്മയുടെ സദ്യ, അച്ഛൻ വാങ്ങിത്തന്ന ഓണക്കോടി, കുട്ടിക്കാലത്തെ ഓണക്കളികൾ, ബന്ധുക്കളുടെ ചിരി, ഇതെല്ലാം ഓർമ്മകളായി തിരിച്ചെത്തും. അതുകൊണ്ട് തന്നെ ഓണം കേരളത്തിൽ മാത്രം ആഘോഷിക്കുന്ന ഒരു ഉത്സവമല്ല. മലയാളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഓണമുണ്ട്. ഓണം ഒരു വീട്ടിലെ ആഘോഷം മാത്രമല്ല, കേരളത്തിൻ്റെ സാംസ്കാരിക മുഖം ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുന്ന വലിയ വേദി കൂടിയാണ് ഓണം. വള്ളംകളി, പുലികളി, കൈക്കൊട്ടിക്കളി, തിരുവാതിരകളി, വിവിധ കലാരൂപങ്ങൾ, ഓണാഘോഷങ്ങൾക്കൊപ്പം കേരളത്തിൻ്റെ പാരമ്പര്യവും സജീവമാകുന്നു. ഈ വർഷവും ഓണാഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ആഘോഷങ്ങൾക്കുമിടയിൽ നമ്മൾ മറക്കരുതാത്ത ഒന്നുണ്ട്: മാവേലിയുടെ സന്ദേശം. മാവേലി ഒരു പുരാണ കഥാപാത്രം മാത്രമല്ല, മലയാളിയുടെ മനസ്സിൽ മാവേലി തമ്പുരാൻ ഒരു ആശയമാണ്. എല്ലാവർക്കും തുല്യത, എല്ലാവർക്കും സന്തോഷം, അനീതി ഇല്ലാത്ത ഒരു സമൂഹം, വിശപ്പില്ലാത്ത ഒരു നാട്, വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ലോകം. അതാണ് മാവേലി നമ്മോട് പറയുന്ന സ്വപ്നം. അതുകൊണ്ടാണ് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി ഓണം മലയാളിയുടെ ആഘോഷമായി മാറിയത്.